ദീപാവലിയല്ലേ, നമുക്ക് ലഡ്ഡു ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. മുഴുവനായി ഇപ്പോൾ ചേർക്കുന്നില്ല. ആദ്യം അല്പം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. പോരെങ്കിൽ പിന്നെ ചേർക്കാം. നല്ല കട്ടിയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒഴിച്ച വെള്ളം തന്നെ മതി. ഞാൻ എടുത്ത 1/4 കപ്പ് മുഴുവനായും ഒഴിച്ചിട്ടില്ല. നമ്മൾ കയ്യിലുള്ള കടലമാവിനനുസരിച്ച് അത് വ്യത്യാസം വരും. നല്ലൊരു യെല്ലോ കളർ കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് അല്പം മഞ്ഞ ഫുഡ് കളർ ചേർത്ത് കൊടുത്തതാണ്. ഇങ്ങനെ സ്പൂണ് കൊണ്ട് അതിൻ്റെ ബാക്ക് വശം കൊണ്ട് നമ്മളിങ്ങനെ ഒറ്റിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റി വീഴുകയാണെങ്കിൽ നമ്മുടെ അത് പാകമാണ്. നമുക്കിനി ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി ഒറ്റിച്ച് നോക്കിയപ്പോൾ അത് പൊങ്ങി വന്നു. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കണ്ണാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന ഒപ്പം തന്നെ ഈ കണ്ണാപ്പ് ചുറ്റി കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ മുകളിലേക്ക് തന്നെ ബൂന്തി വീഴും. അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കണമെന്ന് പറയുന്നത്. അത് ഒഴിച്ച ഉടനെ ഒന്ന് നല്ലപോലെ തിളച്ചിങ്ങനെ പത പോലെ വരും. ആ പത ഒതുങ്ങിയ ശേഷം നമുക്ക് ഉടനെ തന്നെ കോരി മാറ്റാം. അത് ഒരുപാട് നേരം എണ്ണയിലിട്ട് മൊരിഞ്ഞ് വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ലഡ്ഡു പിടിക്കാനായിട്ട് കിട്ടില്ല. അതിൻ്റെ തിള ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ കോരി മാറ്റാം. ഇതുപോലെ മുഴുവൻ ബൂന്തിയും ഉണ്ടാക്കിയെടുക്കാം. മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിക്കൊന്നും വരണ്ട. ഒരു നല്ല പോലെ ഒട്ടുന്ന സ്റ്റേജിലേക്ക് എത്തിയാൽ മതി. 1/4 ഭാഗം എടുത്തിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്ത് എടുക്കാം. ഒരു 3 പ്രാവശ്യം പൾസ് ചെയ്ത് എടുത്തതാണ് മതി. പഞ്ചസാര അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അല്പം കൂടെ വേണം. രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ് നല്ലപോലെ ഒട്ടുന്ന സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 തുള്ളി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 തുള്ളി മഞ്ഞ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമുക്ക് ബൂന്തി ചേർത്ത് കൊടുക്കാം. മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ ഞാൻ അല്പം മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് നെയ്യിൽ വേണമെങ്കിൽ വറുത്ത് കോരാം. നമുക്ക് ആദ്യം ബൂന്തി ഇട്ട് കഴിയുമ്പോൾ അല്പം പാവ് കൂടിയോ എന്നൊക്കെ തോന്നും. ഇത് അല്പം നേരം കഴിയുമ്പോൾ ശരിയാവും. ഇതിലേക്കിനി വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് ചേർത്ത് കൊടുക്കാം. ഒന്നോ 2 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് വരും. അല്പം ഇതുപോലെയുള്ള തന്നെ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അല്പം നേരം കഴിയുമ്പോൾ അത് ഓക്കെ ആവും. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് വിടർന്ന് വരും. ഇനി നമുക്കിത് ഉരുളകൾ പിടിക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ മീഡിയം സൈസിലാണ് പിടിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം. ലഡ്ഡു തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. രുചിയൂറുന്ന ലഡ്ഡു തയ്യാറായി.